കർത്താവായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ രഹബോത്ത് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകുന്ന വിലയേറിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ വാത്സല്യ എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി ആശീർവദിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നാം ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് യേശു പറഞ്ഞ വചനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ഏത് തുറകളിലായിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും, വിടിവിക്കുവാൻ കഴിയും, സൗഖ്യമാക്കുവാൻ കഴിയും, സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളിൽ അല്പസമയം ദൈവവചന കേൾവിക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ 25 മിനിറ്റ് കൊണ്ട് ഈ സന്ദേശം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതല്ല. ആയതിനാൽ തുടർന്നുള്ള ചില എപ്പിസോഡുകളിൽ കൂടി ഈ വചനത്തിൻ്റെ തുടർച്ച നിങ്ങൾക്ക് ലഭ്യമാകുവാൻ കർത്താവിൻ്റെ വരവിന് താമസമുണ്ടെങ്കിൽ ദൈവം സംഗതി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആവർത്തിക്കുന്നു, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ എപ്പിസോഡിൽ അന്യഭാഷകളെക്കുറിച്ചുള്ള ഈ വചനം നിങ്ങൾക്ക് കൈമാറുന്നത് ബാംഗ്ലൂരിൽ എലീം എ ജി ചർച്ച് ബാംഗ്ലൂരിലുള്ള പാസ്റ്റർ ഷാജി ഇടിക്കുള്ള പാസ്റ്ററിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം കൈമാറുന്നത്. കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ഈ 9 കൃപാവരങ്ങളെക്കുറിച്ച് ഈ ചർച്ചിൽ കർത്താവിൻ്റെ ആലോചന അറിയിച്ചിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ വചനം തുടങ്ങി അന്യഭാഷകൾ പ്രവചനവരം വരെ 9 വരങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇടപെട്ട ആലോചന ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് അറിയിച്ചതിനാൽ ഈ അന്യഭാഷകളെക്കുറിച്ചുള്ള ദൈവവചനത്തിൻ്റെ വിശദീകരണങ്ങൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞാൻ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ കൃപാവരങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുവാൻ യാത്ര ചെയ്യാറുണ്ട്. ധാരാളം പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ തീ ജ്വാല പോലെ നിൽക്കുന്ന കാണുവാൻ കർത്താവ് അവസരങ്ങളെ നൽകിയിട്ടുണ്ട്. ഇത് എൻഡ് ടൈമാണ്, അന്ത്യകാലമാണ്. അതുകൊണ്ട് അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സമയത്തേക്ക് നാം വന്നിരിക്കുകയാണ്. എസ്പെഷ്യലി ശുശ്രൂഷകന്മാർ ധാരാളമുണ്ടെങ്കിലും പവർ മിനിസ്ട്രി ചെയ്യുന്നവരോട് ബന്ധപ്പെട്ട് കൃപാവരങ്ങൾക്ക് വലിയ പ്രാധാന്യം പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം കൃപാവരങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു വിശദീകരണമാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം. ഇവിടെ വായിച്ചത് 14-ാം അധ്യായമാണ്. 14-ാം അധ്യായത്തിൽ അന്യഭാഷകളെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചുമുള്ള വിശദീകരണമാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ആഡ് ചെയ്യുന്നത്. പൗലോസിൻ്റെ ഓരോ മേഖലകളും ലേഖനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. ഇവിടെ നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എത്ര ശ്ലാഘനീയമായൊരു വചനമാണത്. ആ പ്രസ്താവന അഹങ്കാരത്തിൻ്റെ പ്രസ്താവനയല്ല, ദൈവമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം അവിടെ വെളിപ്പെടുകയാണ്. എന്നിട്ട് പറയുക, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാകുന്ന കൊരിന്ത്യ സഭയോട് നിങ്ങളെല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഹങ്കാരമല്ല പ്രസ്താവന, അതിൻ്റെ ഒത്തൊരു അധികാരമുണ്ട്, ഒരഭിഷേകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം അധികം സമയം ദൈവത്തോട് സംസാരിക്കുക, അതും അന്യഭാഷകളിൽ. ഹല്ലേലൂയ. നാം എല്ലാം സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണ്. സംസാരിക്കണം. എന്നാൽ ബൈബിളിൽ അധികം സംസാരിക്കാത്ത പലരും ബൈബിളിലുണ്ട്. മോശ അധികം മനുഷ്യനോട് സംസാരിക്കാത്ത ഒരാളായിരുന്നു. സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നാവിന് വിക്കായതുകൊണ്ടാണ്. നാവിന് വിക്കുള്ളത് കൊണ്ട് അഭിഷേകം 40 വർഷം അവനിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സത്യമില്ലാതില്ല. നിശ്ചയമായും അതിൻ്റെ അകത്തൊരു വാസ്തവമുണ്ട്. അഭിഷേകം ചോരുന്ന ഏറ്റവും വലിയ അവയവം ചെറിയ നാവാണ്.
നമുക്കിഷ്ടാനുസരണം നാവ് വളച്ചൊടിച്ചതിന് ശേഷം എന്നിൽ അഭിഷേകം ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല സഹോദരങ്ങളെ. മനുഷ്യനോടുള്ള വാക്ക് വെട്ടിക്കുറച്ച് ദൈവത്തോടധികം സംസാരിക്കാൻ ആര് തയ്യാറാകും? അവരിൽ അഭിഷേകം ഇരിക്കും. വരുന്നവരിലും പോകുന്നവരിലും പകരുന്നതല്ല അഭിഷേകം. നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുക, കണ്ണുമായി നിയമം ചെയ്യുക, തൊണ്ടയ്ക്ക് കത്തിവെക്കുക, ഇതൊക്കെ ദൈവവചനത്തിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. കണ്ടീഷണലാണിതെല്ലാം. മോശ മനുഷ്യനോടധികം സംസാരിക്കാതെ ദൈവത്തോട് സംസാരിക്കും. എന്തിനാ? യാഹ്വേ എന്നൊന്ന് പറയണമെങ്കിൽ എത്രയോ നേരം വേണം. തന്നെയുമല്ല, അവൻ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ജനം ചിരിക്കാൻ തുടങ്ങും. കാര്യം വിക്കനാണ്. പക്ഷെ അവൻ കൈ നീട്ടിയാൽ ചെങ്കടൽ വിഭാഗിക്കത്തക്കവണ്ണം ദൈവം അവൻ്റെ മേലൊരു അഭിഷേകം പകർന്നിരുന്നു. 6 ലക്ഷത്തിലധികം ജനങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തിയവർ ബാക്കി വേറെ അവൻ്റെ പുറകിൽ അണിനിരക്കാൻ കാര്യം അവൻ്റെ മേലുള്ള അഭിഷേകമായിരുന്നു. അവൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തോട് സംസാരിക്കുന്നതായിരുന്നു. ഇന്ന് പലരുടെയും ശുശ്രൂഷ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ്. ശുശ്രൂഷ കഴിഞ്ഞ് പ്ലാറ്റ്ഫോം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നാവിൽ നിന്ന് വരുന്ന ജോക്കുകൾ, സംസാരങ്ങൾ സാധാരണ മനുഷ്യരെ പോലെയാണ്. പ്ലാറ്റ്ഫോമിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ശുശ്രൂഷ ഒരിക്കലും അത് ദൈവ പദ്ധതിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. ഒരു ശുശ്രൂഷകൻ അവന് 24 മണിക്കൂറും ശുശ്രൂഷകൻ തന്നെയാണ്. അവൻ 365 ഡേയ്സ്, ഒരു വർഷം ഉണ്ടെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ അവൻ ശുശ്രൂഷകൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോട് കൂടിയതുമായിരിക്കട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ വചനം എത്രയോ ഉന്നതമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അഭിഷേകം വഹിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് നമ്മുടെ നാവ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കാനേ നമുക്ക് കഴിയൂ. ആഗ്രഹം പോലെ അത് പ്രാപിക്കുവാൻ നമുക്ക് കഴിയില്ല. അല്ല, ദാഹം നിമിത്തം അത് പ്രാപിച്ചാലും അത് തുടരുവാൻ കഴിയില്ല. അത് ലൈഫ് ലോങ് അല്ല, ഇടയിൽ വെച്ചത് പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർക്ക് ഇന്നത്തെ സന്ദേശം അതിന് ഉപോത്ബലകമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുന്നു. ഞാൻ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി ശുശ്രൂഷയിൽ തിരക്കോടുകൂടി ഓടുന്ന ദൈവദാസന്മാരുണ്ട്, എന്നേക്കാൾ തിരക്കായിട്ട് ഓടുന്ന ദൈവദാസന്മാരുണ്ട്. എങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ തിരക്ക് നമുക്കൊന്നറിയാം. പൗലോസ് അപ്പോസ്തലൻ്റെ അഭിഷേകത്തിൻ്റെ അളവ് നമ്മുടെ അളവിനേക്കാൾ എത്രയോ ഉയർന്നതാണ്. ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളോ ഇന്നത്തെ ഫെസിലിറ്റികളോ ഒന്നുമില്ലാത്ത അന്നത്തെ കാലം, പ്രൈസ് ദി ലോർഡ്, ഇത്രയും തിരക്കോടുകൂടി ഓടുന്ന ശുശ്രൂഷകന് അധികം സമയം ദൈവത്തോട് സംസാരിക്കാൻ സമയമോ? പ്രൈസ് ദ ലോർഡ്. ശുശ്രൂഷയുള്ള ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ കാലിടറി വീഴുന്നൊരു ജംഗ്ഷനാണിത്. ശുശ്രൂഷയുടെ തിരക്ക് പിടിച്ചുള്ള ഓട്ടം നിമിത്തം ദൈവത്തോടുള്ള ബന്ധം അറിയാതെ കട്ട് ഓഫായി പോകുന്നൊരു ജംഗ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് മിനിസ്ട്രിയുടെ എത്ര ഉയർന്ന മണ്ഡലം വന്നാലും ദൈവമായിട്ടുള്ള ബന്ധം കട്ട് ഓഫായി പോകാതിരിക്കാമെങ്കിൽ ആ മിനിസ്ട്രി ലൈഫ് ലോങ് ആയിരിക്കുമെന്ന് എൻ്റെ കരമുയർത്തി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. പ്രൈസ് ദ ലോർഡ്. അധികം ഞാൻ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷകളെക്കുറിച്ച് വളരെ നല്ല വിശദീകരണം നൽകിയ ഒരു ദൈവമനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. പഴയ നിയമത്തിൽ അന്യഭാഷയെക്കുറിച്ച് ഒരു വേർഡ് പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിൽ അന്യഭാഷ വെളിപ്പെടുന്നതിന് മുമ്പ് ഒരു വേർഡ് പുതിയ നിയമത്തിലുമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28 മുതൽ വായിച്ചു വരുമ്പോൾ അതിൻ്റെ അകത്ത് അന്യന്മാരുടെ അധരങ്ങളാലും അന്യഭാഷകളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. പഴയ നിയമത്തിൽ അന്യഭാഷയെക്കുറിച്ച് പറയുന്ന ഏക വേർഡ് അതാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് മുമ്പ് അന്യഭാഷകളെക്കുറിച്ച് യേശു പറയുന്ന ഒരു വേർഡ് മർക്കോസ് 16 ദൈവവചനത്തിൽ വ്യക്തമായി വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. പ്രൈസ് ദ ലോർഡ്. ഈ 2 വാക്യമാണ് അന്യഭാഷകൾ ജനം സംസാരിക്കുന്നതിന് മുമ്പ് ബൈബിളിലുള്ള വാക്കുകൾ. ഇനി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അന്യഭാഷകളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. 2:4 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അന്യഭാഷകളിൽ സംസാരിച്ച് നിർത്തിയെന്നല്ല, അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അവർ തുടങ്ങിയത് ഇന്ന് പുതിയ നിയമസഭ വഴി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇന്നും ജനലക്ഷങ്ങൾ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്യഭാഷകൾ പ്രാപിക്കാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നെടുമ്പാട് വീണ് പാപങ്ങളെ, കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്കും ഇത് പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട്, എനിക്കും ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വാ തുറന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം ചെയ്യാനിടയായി തീരും.
ഞാൻ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ നൽകി. കോട്ടയത്ത് വടവാതൂരുള്ള ശാലേം ബൈബിൾ സ്കൂളിൻ്റെ പാസ്റ്റർ PM ഫിലിപ്പ് സാറിൻ്റെ ബൈബിൾ സ്കൂളിൻ്റെ സ്നാനക്കുളത്തിലാണ് ഞാൻ 14-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കുവാനിടയായി തീർന്നത്. ബൈബിൾ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന സമയം എനിക്ക് 18 വയസ്സ് പ്രായമാണുള്ളത്. 18-19 വയസ്സിലാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നത്. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയം ഞാൻ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരുന്നിട്ടുള്ളൂ. എന്നാൽ 14-ാമത്തെ വയസ്സ് മുതൽ പരിശുദ്ധാത്മാവിഷയം വേണ്ടി ആത്മനിറവിന് വേണ്ടി ഞാൻ ഒത്തിരി ഓടിയിട്ടുണ്ട്, ധാരാളം ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞാൻ കൈമടിച്ച് അന്യഭാഷയിൽ പ്രാപിക്കാൻ വേണ്ടി കൈയടിച്ച് കൈ പൊട്ടിയ സമയങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇന്ന് അന്യഭാഷകൾ പ്രാപിച്ച പലരുടെയും കൈയടി കണ്ടാൽ തന്നെ എന്താണ് പ്രാപിച്ചത് എന്നൊരു ചിന്ത പോലും കാഴ്ചയിൽ തോന്നിപ്പോകും. ക്ഷമിക്കുക, ആത്മനിറവ് അന്യഭാഷകളാൽ അടയാളങ്ങളായി പുറത്തു വരുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ആത്മമണ്ഡലം ആത്മാർത്ഥമായി ഒരുക്കിയെടുക്കുകയും എത്ര വർഷം പഴകിയാലും അത് കണ്ടിന്യൂ ചെയ്ത് കുറച്ചുകൂടി ആത്മാവിൽ ഉയർന്ന് പുതു ഭാഷകളിലേക്ക് സഭ മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം 33 സ്റ്റുഡൻസ് പഠിക്കാനുണ്ട്. 32 പേരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷകളിൽ ആരാധിക്കുന്നവരാണ്. രാവിലെ ആരാധനയുണ്ട്, അവിടെ വൈകിട്ട് ആരാധനയുണ്ട്. എല്ലാവരും അന്യഭാഷകളിൽ ആരാധിക്കുമ്പോൾ ഞാൻ അന്യഭാഷ പറയാതെ സ്തോത്രവും ഹല്ലേലൂയായും പറഞ്ഞ് ആരാധിക്കുന്ന സമയം, ആ സമയത്ത് ഒത്തിരി മാനസിക വിഷമങ്ങൾ എനിക്കുണ്ട്. കാരണം ഇത്രയും ദാഹമുള്ള എനിക്കിത് ലഭ്യമായില്ലല്ലോ. 5 നീണ്ട വർഷങ്ങൾ കഴിയാറായി ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം. അതുകൊണ്ട് എനിക്കിനി പ്രാപിക്കും. ആ സമയത്ത് 3 ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാമ്പ് വടവാതൂർ നടക്കുന്ന സമയം. ആ ക്യാമ്പിൽ കാത്തിരിപ്പ് യോഗമുണ്ട്. പണ്ടൊക്കെ കാത്തിരിപ്പ് യോഗമുണ്ടായിരുന്നു. എല്ലാവരും അന്യഭാഷകളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ പ്രാപിക്കുവാൻ വേണ്ടി അങ്ങനെ കാത്തിരിപ്പ് യോഗങ്ങൾ വെച്ച് പ്രാർത്ഥന നടത്തുന്ന കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനുള്ള സമയങ്ങളൊന്നും പലർക്കും ലഭ്യമാകാറില്ല. ആ സമയത്ത് 93-ൽ കാത്തിരിപ്പ് യോഗങ്ങൾക്ക് പോയി അറ്റൻഡ് ചെയ്തു. 3 ദിവസത്തെ മീറ്റിംഗ്സാണ്. 3 ദിവസവും ഞാൻ പ്രാപിച്ചില്ല. 3-ാം ദിവസം ഏറ്റവും അവസാനത്തെ സമയം ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ ഗസ്റ്റ് സ്പീക്കറായി വരുന്നുണ്ട്. അദ്ദേഹം വന്ന് ശുശ്രൂഷിക്കും. അത് എൻ്റെ ലാസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ആ ഒരു പിടിവള്ളിയും കൂടി പിടിച്ചു നോക്കാമെന്നോർത്ത് ലാസ്റ്റ് സെഷന് പോയിരുന്നു. അതും പുറകിലല്ല, ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു. പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. വരാൻ പോകുന്ന കർത്തൃദാസന് സാങ്കേതികമായ തടസ്സമുള്ളതുകൊണ്ട് ചിലപ്പോൾ വന്നു ചേരുവാൻ കഴിയുകയില്ല, വരികയാണെങ്കിൽ തന്നെ വൈകിയേ വരികയുള്ളൂ എന്നൊരു അനൗൺസ്മെൻറ്റ് കിട്ടിയ ഉടനെ ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് എഴുന്നേറ്റ് ഏറ്റവും പുറകിലേക്ക് പോയിരുന്നു. കാര്യം എൻ്റെ ആശകളെല്ലാം അസ്തമിച്ചു, എൻ്റെ പ്രതീക്ഷകളെല്ലാം മങ്ങലേറ്റ സമയം. കാരണം ഇനി ആ ഒരു ദൈവദാസനൂടെ വന്ന് ശുശ്രൂഷിച്ചാൽ ദൈവത്തിന് ഹിതമെങ്കിലാകട്ടെ എന്നോർത്ത് ഞാൻ പാമി ഏറ്റവും പുറകിൽ പോയി വെയിറ്റ് ചെയ്തു. ഏറ്റവും അവസാനം ഒരു അനൗൺസ്മെൻറ്റ്, കർത്തൃദാസൻ വന്നിട്ടുണ്ട്, 10 മിനിറ്റ് അദ്ദേഹം ശുശ്രൂഷിച്ച് ഈ ക്യാമ്പ് സമാപിക്കുന്നതായിരിക്കും. ഞാൻ ഫ്രണ്ടിലേക്ക് പോയില്ല. കാര്യം 3 ദിവസം കാത്തിരുന്നിട്ട് കിട്ടാതിരുന്നത് 10 നിമിഷം കൊണ്ട് എന്ത് കിട്ടാനാണ്? മനസ്സുറപ്പിച്ച് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ആ ദൈവമനുഷ്യൻ വന്ന് സ്റ്റേജിൽ നിന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ നേരത്ത് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് സമയമില്ലാത്തതിനാൽ ഞാൻ ഒരു സംഭവം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കർത്താവിൻ്റെ വേല ആഫ്രിക്കയിൽ ചെയ്ത ഒരു കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവം അദ്ദേഹം അവിടെ ഡിക്ലെയർ ചെയ്തു. ഈ അനുഭവം അദ്ദേഹം പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ അന്തരംഗം ആത്മാവിൽ കത്താൻ തുടങ്ങി, എൻ്റെ കണ്ണുകൾ ഈറനണിയാൻ തുടങ്ങി. അദ്ദേഹം അവിടെ നിന്ന് ആ സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു ചോദിച്ചു, അപ്പനെയും അമ്മയെയും നാടും വീടുമെല്ലാം വിട്ട് കർത്താവ് അയക്കുന്ന സ്ഥലത്തേക്ക് പൂർണ്ണ സമയം വേലയ്ക്ക് പോകാൻ ആര് തയ്യാറുണ്ട്? അവർ എഴുന്നേറ്റ് നിൽക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയല്ല, ആത്മാവെന്നെ പന്ത് തെറിപ്പിക്കുന്ന പോലെ മേലോട്ട് എറിയുകയായിരുന്നു. അന്യഭാഷ പറഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ യോഗമെല്ലാം തീർന്നു. ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ വീണ് കിടന്ന് അന്യഭാഷ പറയുന്നുണ്ട്. ഇതെൻ്റെ 19-ാമത്തെ വയസ്സിലെ എൻ്റെ അനുഭവമാണ്. ഈ 41 വയസ്സിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാ. എൻ്റെ 19-ാമത്തെ വയസ്സിൽ അന്യഭാഷകളെ എൻ്റെ നാവിൽ പകരുവാൻ ആത്മാവിന് മനസ്സ് വന്നുവെങ്കിൽ ഈ 41-ാമത്തെ വയസ്സിൽ നിന്നുകൊണ്ട് അതിനേക്കാൾ അധികം മണിക്കൂറുകൾ അന്യഭാഷകളിൽ ഡെയിലി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ളൊരു നിയോഗം ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹൃദയം തകരുമ്പോൾ, ഉള്ളമുടയുമ്പോൾ, മനസ്സ് നീറുമ്പോൾ, മനുഷ്യരുടെ വാക്കുകളെല്ലാം നിരുത്സാഹപ്പെടുത്തുന്നതായി മാറുമ്പോൾ വാതിലടച്ച് പായെടുത്ത് മുട്ടുമടക്കി മണിക്കൂറുകൾ അന്യഭാഷകളിൽ ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആർക്കെല്ലാം ദൈവകൃപ ലഭ്യമായിട്ടുണ്ട്, പിശാചിന് അവരെ അട്ടിമറിക്കാൻ കഴിയുകയില്ലെന്ന് ഇന്ന് ഈ എപ്പിസോഡിൽ കൂടി ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്.
ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെങ്കിലും അന്യഭാഷകളിൽ മണിക്കൂറുകൾ ദൈവത്തോട് സംസാരിച്ച് ആത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പൗലോസ് പറയുക, നിങ്ങളെല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാരാഗൃഹത്തിൽ പോയ ഒരു ദൈവഭക്തനാണ് പൗലോസ് അപ്പോസ്തലൻ. കാരാഗൃഹത്തിലേക്ക് ചെല്ലുന്ന സമയം അവിടെ പ്രസംഗമില്ല, അവിടെ മറ്റ് യാതൊരു മേഖലകളുമില്ല. അവിടെ തടവാണുള്ളത്. അവൻ്റെ കരങ്ങളെ തടവ് കൊണ്ട് പൂട്ടാം, ചങ്ങല കൊണ്ട് പൂട്ടാം, കാലുകളെ ചങ്ങല കൊണ്ട് പൂട്ടാം, ഇല്ലെങ്കിൽ ആമത്തിലിടാം. പക്ഷെ അവൻ്റെ നാവിനെ പിശാചിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവരും ആമത്തിലിട്ട് അവനെ പൂട്ടിയിട്ട് ഇറങ്ങിപ്പോകും. കോലുകൊണ്ട് അടുപ്പിച്ചാണല്ലോ ഫിലിപ്പിയ കാരാഗൃഹത്തിൽ കൊണ്ടുപോയി ആമത്തിലിട്ടത്. പക്ഷേ പിശാചെ കയ്യും കാലുമല്ല ആമത്തിലിടേണ്ടത്. ഒരു ഭക്തൻ്റെ അഭിഷേകത്തിൻ്റെ വരവ് നാവിലാ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നാവിൻ്റെ കീഴെ ഒരു അധികാരമുണ്ട്. നീ കരം ബന്ധിച്ചാലും കാല് ബന്ധിച്ചാലും നാവ് തുറന്ന് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നവൻ്റെ ബന്ധനം അഭിഷേകം അഴിക്കുമെന്നറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരാഗൃഹത്തിൽ പോകുന്ന സമയമാണ് താൻ ഏറ്റവും കൂടുതൽ ദൈവത്തോട് സംസാരിക്കാൻ സമയം. കാരണം അവിടെ മറ്റ് യാത്രകളില്ല, പ്രസംഗങ്ങളില്ല, മറ്റ് യാതൊരു മേഖലകളും അവിടെ ഇല്ല. അവിടെയുള്ള മുഴുവൻ സമയവും താൻ നാവ് തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുകയാണ്. താൻ പറയുന്ന വേർഡ് എല്ലാവരെക്കാളും അധികം. അധികം എന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. അധികം. ആമേൻ. അതുപോലെ തന്നെ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, അധികം ഞാൻ അധ്വാനിച്ചു, അധികം പ്രാവശ്യം ഞാൻ തടവിലായി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം അധികം തടവിലായത് പൗലോസാണ്. അധികം പ്രാവശ്യം തടവ്, അധികം പ്രാവശ്യം കപ്പൽ ഛേദം, അധികം അധ്വാനം. ആമേൻ. അധികം പ്രാവശ്യം കാരാഗ്രഹം. മറക്കരുത്, അധികം അന്യഭാഷ. പ്രൈസ് ദി ലോർഡ്. അധികം അന്യഭാഷ പറഞ്ഞവൻ അധികം ലേഖനങ്ങളെ സഭയ്ക്ക് എഴുതി കൊടുക്കുവാനിടയായി തീർന്നു. സഹോദരങ്ങളെ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഒരുപക്ഷെ നിങ്ങൾക്ക് ആത്മീക ജീവിതത്തിന് അനുകൂലമല്ലായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ഭർത്താവ് കുറ്റം പറയുന്നൊരു വ്യക്തിയായിരിക്കാം. നീ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴേ വീട്ടിൽ ഷണ്ട തുടങ്ങുന്നൊരു മേഖല വീട്ടിലുണ്ടായിരിക്കാം. ദയവായി നിൻ്റെ ശബ്ദം പുറത്ത് കേട്ടില്ലെങ്കിലും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി ഉണർന്നിരുന്ന് ശാന്തമായ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ റിസീവർ എടുക്കുമ്പോൾ തന്നെ സെയിം ടൈം അവിടെയും റിസീവർ എടുക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് സംസാരിക്കുന്ന നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങ്. ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി തീരും. ചില പ്രത്യേക സമയങ്ങൾ വരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ആരും കാണായി വരികയില്ലായിരിക്കാം. ആരും കാണായി വരികയില്ല. എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടല്ലല്ലോ നാം ജയോത്സവമായി ജീവിക്കുന്നത്. പലരും കൈവിടും, പലരും ഉപേക്ഷിക്കും. ബൈബിൾ പറയുന്നു, യോബിൻ്റെ ലൈഫിൽ എല്ലാവരും കൈവിട്ടിയൊരു സമയമുണ്ട്. തൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞൊരു സമയമുണ്ട്. ആ സമയത്ത് താൻ ചെയ്തൊരു കാര്യം, തന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതെ വന്നപ്പോൾ താൻ തന്നെ ചാരത്തിലിരുന്ന് ഓട്ട് കഷണം തല്ലിപ്പൊട്ടിച്ച് അത് കയ്യിലെടുത്ത് താൻ ഇങ്ങനെ ചിരണ്ടി ആശ്വസിക്കുമായിരുന്നു. ശ്രദ്ധിക്കുക പ്രിയരെ, ആരുമില്ലാതെ വരുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഓട്ട് കഷണം മാത്രമേ നിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയുള്ളൂ നിനക്ക് ആശ്വാസം പ്രാപിക്കുവാൻ. ആ ഓട്ട് കഷണം തല്ലിപ്പൊട്ടിച്ച് താൻ ചിരണ്ടി ആശ്വസിക്കുകയാണ്. ദൈവം ആശ്വസിക്കുവാൻ വേണ്ടി നിനക്ക് ഭൂമിയിൽ നൽകിയിരിക്കുന്ന പല ഓട്ട് കഷണങ്ങളിൽ ഒന്നാണ് വിശുദ്ധ തിരുവെഴുത്ത്. ഭർത്താവ് കൈവിടുമ്പോൾ, ഭാര്യ കൈവിടുമ്പോൾ, അപ്പനും അമ്മയും കൈവിടുമ്പോൾ, മക്കളും കൈവിടുമ്പോൾ ഈ ഓട്ട് കഷണം നിനക്ക് ആശ്വാസമാണ്. ചില സമയത്ത് ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുവാൻ നിൻ്റെ മനസ്സ് അനുവദിക്കുകയില്ലായിരിക്കാം. ആ സമയത്ത് കിച്ചണിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ വേദനപ്പെട്ട് മനസ്സ് തിങ്ങി വിങ്ങുന്ന സമയം നിങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട്, സിയോൻ ഗീതാവലിയിലെ മുഴുവൻ പാട്ടും നിങ്ങൾക്കറിയാമെങ്കിലും ആ സമയത്തൊരു ചെറിയ വരി നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഒരുപക്ഷെ ഇതൊരു മൂളിപ്പാട്ടായിട്ടായിരിക്കും നിങ്ങൾ പാടുന്നത്. ആ സമയം നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാനിടയായി തീരും. ആ പാട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊരു സമാധാനം, ഒരു തണുപ്പ്. മറുപടി കിട്ടിയില്ലെങ്കിലും മനസ്സിൻ്റെ അകത്തൊരു തണുപ്പ്. അതേ സഹോദരങ്ങളെ, ആ പാട്ടിൻ്റെ വരികൾ ആശ്വസിക്കുവാൻ ദൈവം നിനക്ക് തന്ന ഒരു ഓട്ട് കഷണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് പാടാൻ തോന്നില്ല, ചില സമയത്ത് വായിക്കാൻ തോന്നില്ല, ചില സമയത്തിരുന്ന് പ്രാർത്ഥിക്കാനും ഒരു അറ്റ്മോസ്ഫിയർ അറേഞ്ച്ഡായി വന്നുവെന്നും വരില്ല. ആ സമയത്ത് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുകയായിരിക്കാം, ചിലപ്പോൾ നീ ചപ്പാത്തിക്ക് പരത്തിക്കൊണ്ടിരിക്കുകയാകാം, ചിലപ്പോൾ നീ യാത്രയിൽ നടന്നു പോകുന്ന വഴിയായിരിക്കാം. ഒരുപക്ഷെ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാനോ വാ തുറന്ന് ആരാധിക്കാനോ കഴിയുന്ന അറ്റ്മോസ്ഫിയർ അല്ലായിരിക്കാം. പക്ഷേ ശാന്തമായി നിൻ്റെ ചുണ്ടനങ്ങി അന്യഭാഷകളിൽ ശാന്തമായി പ്രാർത്ഥിക്കാനുള്ള ചാൻസ് ഡ്രൈവ് ചെയ്യുന്ന സമയം, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയം, കാൽനടയായി പോകുന്ന സമയം, സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ജോലിയിൽ നിന്ന് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, വളരെ ശാന്തമായ അന്യഭാഷകളിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. വളരെ ശാന്തമായി. ആ സമയത്ത് വലിയ ലൗഡ് വോയിസ് ഒന്നും കാണുകയില്ല. കുറച്ച് കഴിയുമ്പോൾ സർവാശ്വാസങ്ങളുടെയും ഉടയവനായ ദൈവം നിൻ്റെ ഹൃദയത്തെ സമാശ്വസിപ്പിക്കുന്നത്
അനുഭവിക്കുവാൻ കഴിയും. നിന്റെ ഹൃദയത്തെ സമാശ്വസിപ്പിക്കുന്നത് നന്നായിട്ട് അനുഭവിക്കുവാൻ കഴിയും. ആ സമയത്ത് ഒരു പക്ഷേ കണ്ണ് നിറഞ്ഞൊഴുകിയെന്ന് വരാം. മറക്കരുത്, നിന്നെ തന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ആശ്വാസ ഭാഷ പോലെ നിനക്ക് ആ ഭാഷ ഫീൽ ചെയ്യുവാനിടയായിത്തീരും. സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്. ശാന്തമായി ആത്മാവിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ചില സമയത്ത് നീ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുമ്പോൾ പൈശാചിക മേഖലയുടെ ഏറ്റവും വലിയ പോരാട്ടത്തെ നീ ആത്മാവിൽ ഫേസ് ചെയ്ത് റൂളേഴ്സ്, പ്രിൻസിപ്പാലിറ്റീസ്, അതോറിറ്റീസ് എല്ലാം നിനക്കെതിരെ യുദ്ധം ചെയ്തു വരുന്ന സമയം, മുൻപ് ഞാൻ പറഞ്ഞതുപോലെയുള്ള സൈലൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥന ആ സമയത്ത് നിനക്ക് വരില്ല. ഒരു ആശ്വാസ ഭാഷയല്ല അവിടെ വരുന്നത്. വളരെ പെട്ടെന്ന് ആ അന്ധകാര ശക്തിയോട് യുദ്ധം ചെയ്ത് അതിനെ കീഴടക്കാനുള്ള യുദ്ധഭാഷ ദൈവം നിൻ്റെ നാവിലേക്ക് തരികയാണ്. ആ സമയത്ത് ചിലപ്പോൾ നീ മുറിയിൽ ഓടി നടന്നെന്ന് വരാം. ആ സമയത്ത് നിൻ്റെ കൈയടിയുടെ ശബ്ദം കുറച്ചുകൂടെ ഉയർന്ന മേഖലയിൽ എത്തിയെന്ന് വരാം. ആ സമയത്ത് നിൻ്റെ അന്യഭാഷയുടെ ശബ്ദം കാടിളക്കുന്ന ശബ്ദത്തിൽ പുറത്തു വന്നുവെന്ന് വരാം. ചിലപ്പോൾ ആ സമയം നിൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ശക്തിയെ നിനക്ക് പോലും നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. അത് അത്യന്ത ശക്തിയാണ്. ആ അന്യഭാഷകൾ നാവിൽ നിന്ന് വന്ന് ആത്മമണ്ഡലത്തിൽ നീ ഉയർന്നു കയറി അതിനെ വെട്ടി തകർക്കുമ്പോൾ തന്നെ അടുത്ത ദിവസം അതിൻ്റെ വിടുതൽ വെളിപ്പെടുന്നത് നിനക്ക് കാണാൻ കഴിയും. അതെ, ആ ഭാഷ എത്ര യുദ്ധത്തിൻ്റെ ഭാഷ. യെസ്, ടങ്സ് ഓഫ് വാർഫെയർ, യുദ്ധഭാഷ, യുദ്ധം ചെയ്യുവാനുള്ള ഭാഷ. സഹോദരി സഹോദരന്മാരെ, ഇതൊക്കെ നിൻ്റെ നാവിൽ ദൈവം പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ആരോടും പറയണ്ട, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. നീയും ദൈവവും മാത്രം അറിയട്ടെ, നീയും പരിശുദ്ധാത്മാവ് മാത്രം, നീയും യേശുവും മാത്രം, വേറെ ആരും നിൻ്റെ കൂടെ വേണ്ട. എന്നെ ഇന്നയാൾ ലിഫ്റ്റ് ചെയ്തില്ല, എന്നെ ഇന്നയാൾ സഹായിച്ചില്ല, ഇന്നയാൾ ആ സമയത്ത് എന്നെ വിട്ടുപോയി, ഇങ്ങനെ പറയുന്നവൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരുവാൻ കഴിയുകയില്ല. ഒരപ്പനായി നിൽക്കാൻ കഴിയില്ല, ഒരു ഭർത്താവായി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരും എന്നെ ലിഫ്റ്റ് ചെയ്യണ്ട, ആരും എന്നെ നോക്കി ചിരിക്കണ്ട, ആരും എന്നെ പിടിച്ചുയർത്തണ്ട. എനിക്ക് പിടിച്ചുയരുവാനുള്ള ഏറ്റവും വലിയ പിടിവെള്ളിയാണ് എൻ്റെ നാവിൽ ദൈവം പകർന്നിരിക്കുന്ന അന്യഭാഷ. അതുകൊണ്ടാണ് കൃപാവരങ്ങളുടെ ഭാഗം പറഞ്ഞു വരുമ്പോൾ പലവിധ ഭാഷകൾ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. അന്യഭാഷ വരമല്ല, പലവിധ ഭാഷകൾ വരമാണ്. പ്രാപിച്ച ലെവലിലുള്ള ഭാഷ തന്നെ പറഞ്ഞിരിക്കാതെ മണിക്കൂറുകൾ അത് പ്രാർത്ഥിച്ച് പറഞ്ഞ് പുതിയ പുതിയ ഭാഷകൾ പരിശുദ്ധാത്മാവ് നാവിൽ നൽകി പുതുഭാഷ പറഞ്ഞ് പുതുക്കം പ്രാപിച്ച് ആത്മാവിലൊരു ഇന്നർമേനെ ശക്തിപ്പെടുത്തി അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി ആത്മാവിൽ വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നവർക്കായി സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് ഉപസംഹരിക്കട്ടെ. അധികം സമയം അന്യഭാഷകളെ പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തികളും അറിയുക, നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങൾ മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം മുഴുവൻ ഫേസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നർമേൻ ആയിരിക്കും. അകത്തെ മനുഷ്യൻ പ്രോബ്ലത്തെ ഫേസ് ചെയ്താൽ നീ തകർന്നു പോകയില്ല. നിൻ്റെ പുറത്തെ മനുഷ്യൻ പ്രോബ്ലത്തെ ഫേസ് ചെയ്താൽ നീ ഉടഞ്ഞു പോകും, നീ തകർന്നു പോകും, നിൻ്റെ മുഖം വാടിപ്പോകും. ആരുമില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ നിൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. പിന്നെ ശോകഗാനങ്ങൾ മാത്രം നിൻ്റെ സ്വത്തായി മാറും. അവസാനം ആയുസ് മുഴുവനാകുന്നതിന് മുമ്പേ വാഗ്ദത്തം മുഴുവൻ നിറവേറാതെ ദർശനങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്യാതെ നീ കിടക്കയിലായി മാറുവാനിടയായിത്തീരും. അതിന് ദൈവം അനുവാദം തരാതെ ഇന്ന് ആത്മാവ് പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുക, അധികം സംസാരിക്കുക, എല്ലാവരെക്കാളും അധികം സംസാരിക്കുക, അന്യഭാഷകളിൽ സംസാരിക്കുക. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദയവ് ചെയ്ത് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കിച്ചണിലേക്ക് നടന്നു പോകുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടേ പോകുക. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ അന്യഭാഷ പിശാചിന് അലർജിയാണ്, അന്യഭാഷ സഭയ്ക്ക് ആരോഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീട്ടിൽ പലർക്കും അത് അലർജിയാണ്. കാര്യം അത് കേൾക്കുമ്പോഴേ അവർ ശാസിക്കാൻ തുടങ്ങുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിലുള്ള പിശാചിന് അത് അലർജറ്റിക്കലായൊരു മേഖലയാണ്. പിശാചിന് അത് അലർജിയാണെന്ന് പറഞ്ഞ് നീ മിണ്ടാതിരിക്കേണ്ട. ആമീൻ, നിനക്കിതൊരു ആരോഗ്യമാണ്. ദൈവത്തോട് നീ സംസാരിക്കുകയാണ്. അതുകൊണ്ട് മണിക്കൂറുകൾ അന്യഭാഷകളിൽ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ എപ്പിസോഡിൽ കൂടി ബലപ്പെടുത്തുകയാണ്. പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതുവരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരോ ആത്മസ്നാനം പ്രാപിക്കാത്തവരോ കൃപാവരങ്ങളാൽ നിറയാൻ ആഗ്രഹിച്ചിട്ട് അതിൻ്റെ ജ്വലനം വെളിപ്പെടാത്തവരോ ആയിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എൻ്റെ കരങ്ങളെ ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളും ഈ സമയം കണ്ണുകൾ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അടിയങ്ങളുടെ പ്രേക്ഷകർക്കായി അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ബാംഗ്ലൂരിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ എലീം ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടിയൻ അന്യഭാഷകളെക്കുറിച്ചുള്ള മെസ്സേജ് പ്രസംഗിച്ച് അടിയൻ്റെ ഇരു കരവും
ഉയർത്തി അടിയൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവർ അന്യഭാഷകളിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കട്ടെ. പ്രാപിച്ചതിന് ശേഷം മങ്ങലേറ്റുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ ജ്വലിക്കട്ടെ കർത്താവേ. ഹുഡാലറയ മനയ ആബ്ദാലറയ ബൗഷസ് യേശുവിൻ്റെ നാമത്തിൽ അവർ അതിൽ ജ്വലിക്കട്ടെ കർത്താവേ. ഒരു ജ്വലനമുണ്ടാകട്ടെ കർത്താവേ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ജ്വലനം സംഭവിക്കട്ടെ കർത്താവേ. അവരുടെ നാവ് തുറന്നവർ മണിക്കൂറുകൾ ദൈവത്തോട് സംസാരിക്കട്ടെ. മനുഷ്യനോട് സംസാരിച്ച് തകർന്നവരുണ്ട് കർത്താവേ. മനുഷ്യനോട് സംസാരിച്ച് ഉടഞ്ഞവരുണ്ട് കർത്താവേ. മാനുഷിക ശബ്ദം കേട്ട് ഉള്ളം മുറിവേറ്റവരുണ്ട് കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികം സമയം ദൈവത്തോടവർ സംസാരിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവർ അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങട്ടെ കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. സംഭവിക്കട്ടെ അങ്ങനെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയാണ്. മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുകയാണ്. രഹബോത്ത് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന സഹകാരികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ മുന്നേറ്റത്തിന് ഹേതുവായിരിക്കുന്നത്. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ദയവായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും പ്രാർത്ഥിക്കുവാൻ ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുള്ളതിനാൽ സഭായോഗത്തിൽ സൺഡേ നിങ്ങളുടെ ഓരോ വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകയാൽ ദയവായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുക. പാമ്പാടിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന, പാമ്പാടിയിൽ കാളച്ചന്ത ജംഗ്ഷനിൽ രഹബോത്ത് വർഷിപ്പ് സെൻ്ററിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. തമിഴ്നാട്ടിലുള്ള നമ്മുടെ വേലകൾക്കായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കപ്പെടുവാൻ കർത്താവിൻ്റെ ജനം കാണിക്കുന്ന എല്ലാ ദൈവിക മനസ്സുകൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വീണ്ടും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ തോളോട് തോൾ ചേർന്ന് കരത്തോട് കരം കോർത്ത് പിടിച്ച് അവൻ്റെ വേലയിൽ അഭിഷേകത്തോടെ മുന്നേറാൻ കർത്താവ് നമുക്ക് സംഗതി വരുത്തട്ടെ. വീണ്ടും നമുക്ക് കാണാം ഇതേ എപ്പിസോഡിൽ ഇതേ സമയം. കർത്താവിൻ്റെ വരവിൻ്റെ താമസമുണ്ടെങ്കിൽ വീണ്ടും കാണും വരെ സർവ്വ ശക്തനാകുന്ന ദൈവം തൻ്റെ ചിറകിൻ്റെ മറവിൽ നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.